അപ്പോ ഇന്നൊരു കൈ നോക്കാൻ ഓർത്തു. ഭാവി ഭൂതം വർത്തമാനം ഒക്കെ ഒന്ന് ചർച്ച ചെയ്യാൻ. ഡോക്ടർ, ഇതുവല്ല മാനസിക രോഗം എന്തെങ്കിലും? അതും അങ്ങോട്ട് സ്ഥിരീകരിക്കാൻ പറ്റില്ല. അപ്പൊ കുറച്ച് പ്രശ്നത്തിലല്ലേ, അപ്പൊ വല്ല കലകയ പിഴ വല്ലതും ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയാ. ഈശ്വര പരീക്ഷിക്കല്ലേ. ഇല്ലില്ല. പക്ഷേ മോന്റെ പപ്പയുടെ പേരേ ഉള്ളൂ, ഫലം കുറവാ കേട്ടോ. കരുതി കൂട്ടി ഉണ്ടാക്കിയ ദോഷാണ്. ഈ ജാതക പൊരുത്തത്തിൽ എനിക്ക് വിശ്വാസമില്ല. എനിക്ക് വിശ്വാസമാണ്. ഓര് പറയുന്നത് ചെയ്യണോണ്ട് ഞമ്മക്ക് ഇതുവരെ നല്ലതല്ലാണ്ട് വെടക്കായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന ആളിന്റെ ഒരു മോനാന്ന പേര് മാത്രമേ പപ്പ മോൻ ഉണ്ടാക്കി തന്നിട്ടുള്ളൂ. കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. പപ്പയുടെ ബന്ധുക്കൾ 1-2 പേര് ശത്രുക്കളാ. 1-2 പേരല്ല, മിക്കവരും ശത്രുക്കളാ. ഭയങ്കരമായ ആള്. എത്ര വയസ്സുണ്ട്? 23. അപ്പൊ പഠിക്കാണോ ജോലിയാണോ? പഠിക്കുന്നു, പിന്നെ ജോലിയായിട്ട് സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ. അതെപ്പോ ആരൊക്കെ ഉണ്ട് ആണോ? ഉയർന്ന കിട്ടാൻ പോവാ മോന്. ഉയർന്നക്കാർ അറിവും സ്ഥാനം മോന് കിട്ടാൻ പോവാ. ഓട്ടക്കയ്യാ കണ്ടോ. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഒരു സ്നേഹബന്ധത്തിൽ മോന് പരാജയപ്പെട്ടു കേട്ടോ. അതിൽ മോൻ ഭ്രാന്തനായില്ലെന്ന് മാത്രം. ഭ്രാന്തനാകരുത്. അതിനുള്ള ബുദ്ധിയോ ബോധമോ പക്വതയോ ഈ അലജോസ് പെരേര, നല്ലടാ നിന്റെ ഫുൾ പേര്. പെരേര എന്ന് പറഞ്ഞ ഇവനിക്ക് വന്നിട്ടില്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? 26 വയസ്സിന് മുകളിലും 29 വയസ്സിന് താഴെയും വിവാഹം പറയുന്നുണ്ട് മോനെ. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ആളറിയാതെ, ആളിന്റെ മഹത്വം അറിയാതെ സുശീലം പറഞ്ഞപ്പോഴാണ് അങ്ങയെ കുറിച്ചും അങ്ങയുടെ ശിക്ഷകളെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. സ്വാമി വീട്ടിൽ പോയി മലയാളം ഒന്നും കയറാൻ പോകരുത്, ഒന്ന് മോശമാ. മോൻ വീട്ടിൽ ചെന്ന് കയറിയാ കാട്ടിൽ ചെന്ന് കയറുന്ന മാതിരിയാണ് മോൻ. 100% ഞാൻ യോജിക്കുന്നു. കല്യാണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അത്യാവശ്യം ഭംഗിയുള്ളവരെ കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. മോനെ പോലെ തന്നെ സ്ഥാനവും തൊഴിലും പ്രധാനപ്പെട്ട ഒരു പെണ്ണിനെ മോന് കിട്ടാൻ ഭാഗ്യമുണ്ട്. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും